ഗോകുലത്തിലൊരു സന്ധ്യ വാത്സല്യത്തിന്റെ നിറകുടമായ മാതാ യശോദ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാട്ട് കേട്ട് കണ്ണൻ ചിരി തൂക്കി. ഉറങ്ങാൻ ഒട്ടും ഭാവമില്ലാതെ മാതാ യശോദയുടെ മുഖത്തേക്ക് നോക്കി. ഉറക്കം വരാത്തതിനാൽ അവൻ കളിചിരി തുടർന്നു. എന്റെ കുട്ടി എന്താ ഉറങ്ങാതെ? മാതാ യശോദ സ്നേഹത്തോടെ ചോദിച്ചു. കണ്ണൻ ചിരി നിർത്തിയില്ല. പതിയെ മാതാ യശോദ കണ്ണന്റെ പുറത്ത് താളത്തിൽ തട്ടാൻ തുടങ്ങി. തുടക്കത്തിൽ അത് സ്നേഹത്തിന്റെ തലോടലായിരുന്നെങ്കിലും പതിയെ ഉറങ്ങാനായി ഒരു നേരിയ തട്ടലായി മാറി. കണ്ണൻ മനസ്സിൽ വിചാരിച്ചു, ഇതുവരെ എന്റെ ലീലകൾ ആസ്വദിച്ച് സ്നേഹിക്കുകയായിരുന്നു മയ്യ. പെട്ടെന്ന് ഇപ്പോൾ എന്തിനാണ് നമ്മെ അടിക്കുന്നത്? ഇന്ന് മയ്യയ്ക്ക് എന്തു പറ്റി? ഉടൻ തന്നെ അവൻ മനസ്സുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട യോഗമായയെ വിളിച്ചു. ക്ഷണനേരം കൊണ്ട് യോഗമായ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, കണ്ണ എന്താണിവിടെ? കണ്ണൻ പറഞ്ഞു, മയ്യ എന്നെ ഉറക്കാൻ തല്ലുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് യോഗമായ? യോഗമായ പുഞ്ചിരിയോടെ പറഞ്ഞു, കണ്ണ അടിയേൽക്കാതെ രക്ഷപ്പെടണമെങ്കിൽ നീ നിന്റെ കണ്ണുകൾ അടച്ചോളൂ. ഇവിടെ ഭൂമിയിൽ കുട്ടികളെ ഇങ്ങനെയാണ് ഉറക്കാറ്. കണ്ണൻ അമ്പരന്നു. യോഗമായ, ഞാൻ ഉറങ്ങിപ്പോയാൽ ഈ ഭൂമിയുടെ ചുമതല ആര് നോക്കും? കൂടാതെ എന്റെ ലീലകൾ ആര് നടത്തും? യോഗമായ വാത്സല്യത്തോടെ പറഞ്ഞു, കണ്ണ അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഉറങ്ങുന്നില്ലെങ്കിൽ മാതാവും ഉറങ്ങില്ലല്ലോ. ഈ മാതാവിന് വേണ്ടിയിട്ട് അങ്ങൊന്ന് കണ്ണടയ്ക്കൂ. കണ്ണൻ ഒരു നിമിഷം ആലോചിച്ചു. ഈ ഭൂമിയിൽ ഒരു കൊച്ചു കുട്ടിയായി ജീവിക്കുക എന്നത് എത്ര കഠിനമായ കാര്യമാണ്. അതുകേട്ട് യോഗമായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണ അങ്ങയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറങ്ങുന്നതായി അഭിനയിക്കാനെങ്കിലും കഴിയുമല്ലോ. ഈ ബുദ്ധി ഉപദേശത്തിൽ കണ്ണന്റെ മുഖം തെളിഞ്ഞു. ഇപ്പോഴാണ് നീ ശരിയായ കാര്യം പറഞ്ഞത് യോഗമായ. അങ്ങനെ കണ്ണൻ തന്റെ പ്രിയപ്പെട്ട യോഗമായയുടെ വാക്ക് കേട്ട് പതിയെ കണ്ണുകൾ അടച്ചു. അവൻ ഉറങ്ങുന്നതായി അഭിനയിക്കാൻ തുടങ്ങി. ശാന്തമായ അടഞ്ഞ കണ്ണുകളുമായി കിടക്കുന്ന ഉണ്ണിയെ കണ്ട മാതാ യശോദയ്ക്ക് സമാധാനമായി. അവൾ സ്നേഹത്തോടെ ഉണ്ണിക്ക് ചുംബനം നൽകി. പക്ഷേ പുറമെ ശാന്തമായ ഉറക്കത്തിൽ എന്ന പോലെ കിടന്ന ആ കൊച്ചു കണ്ണന്റെ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിയും ലീലകളും ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ആർക്കാണ് അറിയാമായിരുന്നത്? ആ ഉറക്കം മാതാ യശോദയ്ക്കുള്ള സ്നേഹവും ലോകത്തോടുള്ള ഒരു കള്ളച്ചിരിയുമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.